പോകണം. ബോട്ടിങ്ങിന് 1 മണിക്കൂറിന് 4000 രൂപയാണ് 24 പേരുള്ള ഈ ഒരു ബോട്ടിൻ്റെ ചാർജ്. നല്ല നല്ല കാറ്റാണ് അതിൻ്റെ ഫ്രണ്ടിലൊക്കെ വന്നിരിക്കുമ്പോൾ അല്ലേ. പുഷ്പ ചേച്ചി എങ്ങനെയുണ്ട്? രമണി ചേച്ചി നല്ല കാലാവസ്ഥയാണ്. ഇന്ന് വലിയ ചൂടൊന്നുമില്ല. അതെ, കടമക്കുടിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കടമക്കുടിയിലെ ജോൺസ് ഫാമിൽ ഇതാണ്. ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞങ്ങളിവിടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കാം. ഇവിടെ ലഞ്ചൊക്കെ കഴിഞ്ഞു, ഞങ്ങളുടെ ബോട്ടിങ് കഴിഞ്ഞു. കടമക്കുടി ഒരു ബോട്ടിങ്ങിൽ കൂടെ മാത്രമേ എനിക്ക് കണ്ട് ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ. സോ നമ്മൾ മീൻ തോന്നുന്നുണ്ട് സൺറൈസ്. പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ ഒരു സൺറൈസ് വാച്ച് ചെയ്യുന്നൊരു സ്പേസാണ്. അപ്പോൾ അവിടെ വന്ന് കുമ്പളങ്ങിലാട്ടോ
ഈ വീട്ടിൽ ഞാൻ വന്നിട്ട് ഇവിടെ കണ്ടൊരു സ്ഥലം, ആ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ചെമ്മീനൊക്കെ ഉണ്ടാക്കിയ ചേച്ചി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതാണ് ലാലേട്ടൻ്റെ ഹോം സ്റ്റേ. നമ്മുടെ ഷമ്മിയുടെ ഭാര്യ വീടിൻ്റെ അവിടുത്തെ ആ ഒരു ഹോം സ്റ്റേ ഒക്കെ ഉണ്ടായിരുന്നില്ല, ആ സ്ഥലമാണിത്. അവരിങ്ങനെ കുറച്ച് വ്യത്യാസം, ആ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഷമ്മി ബോളൊക്കെ എടുത്ത് മാറ്റി വെച്ച് ആ ഒരു പറമ്പാണ് ഈ കാണുന്നത്, ഈ അറ്റത്ത് കാണുന്നത്. ഇവിടെ ഒരു ഇത് കണ്ടിട്ട് ഒരു കെട്ട് പോലെ, അവിടെയാണ് വീട് ഉള്ളത്. അയ്യോ പാവം ചേച്ചി. ചേച്ചി അവിടെ നിൽക്കോ, വാട്ട ആംഗിൾ. எல்லாம் டீக்கு தான். ഓക്കെ, ഇനി നമുക്ക് സിനഗോഗിന്റെ അടുത്തേക്ക് പോവാം. കണ്ടല്ലേ? കാലഘട്ടത്തിൽ മയ്യത്ത്, അതായത് ശവശരീരം മൃതശരീരം കുളിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കട്ടിലാണിത്. ഇങ്ങനത്തേൽ കിടത്തിയിട്ടാണ് ചെയ്തിരുന്നത്. അതേപോലെ ഇതൊരു പല്ലക്കാണ് ഇത്, അതായത് മയ്യത്ത് കട്ടിൽ, മയ്യത്തിൽ കിടത്തിയിട്ട് 4 സൈഡിലും പിടിച്ചിട്ടാണ് ആളുകൾ കൊണ്ടുപോയിരുന്നത്. അത് റൂമിലല്ലോ കയറാളല്ലേ, കയറാൻ പറ്റില്ല. നല്ല പരിചയമുള്ളൊരു ഫേസ് അല്ലേ കണ്ണടച്ചേ? ആ, ഓ വിജയൻ മാഷ് വെറുതല്ല. പുള്ളിയുടെ വർക്കിനൊരു ശില്പി രാജൻ്റെ ഒരു എക്സിബിഷനാണ് ഇവിടെ. അദ്ദേഹം ഉണ്ട് ഇവിടെ. ഞങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ചു, ഫോട്ടോ ഒക്കെ എടുത്തു. പ്രതീക്ഷിക്കാത്തൊരു എക്സ്പീരിയൻസ്. ഈ മരമാണ് പുറത്തുള്ളത്, അതിൻ്റെ വേറെ. ഇത് പഴയ ഒരു കുരുമുളകിൻ്റെ ഗോഡൗണാണ് ഇവിടെ. ഈ മരമാണ്, ഇതിൻ്റെ മരമാണ് പുറത്തുള്ളത് അല്ലേ സുധീഷ്? എനിക്ക് ആനകളുടെ ഒരു നമ്മുടെ ബോയ്സ് ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഹായ് സുധീഷ്. ഹായ്. എന്താ ഇത്? ഏതാ ഹോട്ടൽ? സമൃദ്ധി ഹോട്ടലിൽ നിന്ന് 20 രൂപയുടെ മീൽസാണ് ഞാൻ കഴിച്ചത്. ഓക്കെ, കൊച്ചി നഗരസഭ നീങ്ങാൽ വാഴട്ടെ.